ഞങ്ങൾ ആളുകൾ തെരഞ്ഞെടുക്കുകയാണ്, നിങ്ങളെ പോലത്തെ ആളുകളെ, പണ്ഡിതന്മാരെ. വരൂ പ്ലീസ്. പേടിച്ചിട്ട് നിങ്ങളുടെ വലിയ വലിയ മൂത്താക്കന്മാര് പോലെ കീഴുള്ളവർക്ക് അതാണ് ടീച്ചർ നിൽക്കാൻ പറ്റിയെങ്കിൽ വക്കേരി വാ. അബ്ദുലേ, എന്നോട് സംസാരിച്ചാൽ നാവല്ലടാ പുഴുക്കുന്നത്. നിന്റെ പുഴുത്ത മതം എടുത്ത് ഞാൻ തുറന്നു വെക്കും ആളുകൾക്ക് മുമ്പില്. അബ്ദുളിന്റെ ഗതികേടല്ല, ഇസ്ലാമിന്റെ ഗതികേടാണ്. അതായത് ഇതിനെ കുറിച്ച് പഠിച്ച ഒരാളോട് നിവർന്നു നിന്ന് രണ്ടു വാചകം സംസാരിക്കാൻ നട്ടലില്ലാതെ ഈ താണി എന്ന് മെഴുകുക എന്ന് പറയുന്നത് ഞാൻ അബ്ദുളിന്റെ ഗതികേടായിട്ട് കാണുന്നില്ല, ഇസ്ലാമിന്റെ ഗതികേടായിട്ടാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഗതികേട്. നിങ്ങൾ ഈ ഗതികേടില്ലെങ്കിൽ നിങ്ങൾ വേറെ സംസാരിക്കുന്നേ കഷ്ടത്തെ. ഇല്ല, അവൻ തന്നെ പറഞ്ഞല്ലോ, അവൻ ടീച്ചറോട് സംസാരിച്ചാൽ എനിക്കൊരു ചോദ്യമുണ്ട്. അവൻ തന്നെ സമ്മതിച്ച് അവൻ ടീച്ചറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവ് പുഴുത്തു പോകുന്നു. അതെ അതെ, അവൻ തയ്യ സംബന്ധിച്ച് പറ്റണേ വരട്ടെ. നമുക്ക് അവന്റെ നാവ് പുഴുത്തു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് സമ്മതിച്ചില്ല. അവന്റെ അവസ്ഥ ഇനി ടീച്ചർ നടുറോഡിൽ കാണുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്നത് വേണേ നമ്മളതും ചെയ്യും. ടീച്ചറെ, എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ നമ്മളിവിടെ കുറച്ച് ആഴ്ച മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇതിന്റെ ടൈമില് മറ്റേ ക്രോണോളജി സമുച്ചയം എന്ന് പറയും, അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അവിടെ ഇവരെ അകത്ത് കയറ്റരുതെന്ന് പറഞ്ഞ് ഉള്ള പോപ്പുലേഷനിലുള്ള വാദം കൂടി വരുന്നു. ആൾക്കാർ ഇങ്ങനെയുള്ളവരെ ഇങ്ങോട്ട് കയറ്റരുതെന്ന് പറഞ്ഞു തുടങ്ങുന്നു. അതേ സമയത്ത് അവിടെ നിയമപരമായി ചില ലൂപ്പ് ഹോളൊക്കെ ഉണ്ടാക്കി സുപ്രീം കോടതിയിലൊക്കെ പോയി അവിടെ ആൾക്കാരെ കയറ്റാനുള്ള വഴി തുറക്കുന്നു. അതേ സമയത്ത് മാർപ്പാപ്പ അവിടെ ചെന്നിട്ട് ഇവരെ സ്വീകരിക്കുകയും അവരുടെ മതവും ഭാഷയും പഠിക്കുകയും അവരുമായിട്ട് ഒത്തുചേർന്ന് നടക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വിധി വരുന്ന നിമിഷം കൃത്യം ടൈമിങ്ങിൽ ഇവർ ഇടിച്ചു കയറുന്നു. ഇതിപ്പോ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ പൊസിഷനോട് കൂടി ഇത് നടത്തണമെങ്കിൽ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ആയിട്ട് നടക്കില്ലല്ലോ. ഇതിന്റെ പ്ലാനിങ് ശരിക്കും മാസങ്ങളും കൊല്ലങ്ങളുമായിട്ട് ചെയ്തിട്ടല്ലേ അവരിത് ശരിക്കും? അല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകത്തില്ലേ, ഇവര് തരാതരം ഓരോ സീസണുകളിലായി അഭയാർത്ഥികളെ സൃഷ്ടിച്ചു വിടുവാണ്. എന്തിനെ? മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കയറി അവരുടെയൊക്കെ സമാധാനം കളയാൻ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അതായത് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ലോക സമൂഹങ്ങൾ മുഴുവനും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവര് കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ സങ്കീർണതയുള്ളതാണെങ്കിൽ പോലും വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോ സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളില് ചില പ്രാദേശിക ഭരണകൂടങ്ങളോ അതല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികളോ കുടിയേറ്റങ്ങൾക്കും അതുപോലെ ചിലരുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾക്കുമൊക്കെ എതിരായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വലിയ രൂപത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത് കോടതികളിൽ വരെ എത്തിയിട്ടുണ്ട്. കാരണം പൊതുനിരത്തുകൾ കയ്യേറിയിട്ടല്ല ഇവർ മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുപോകേണ്ടത്. ഇവർക്ക് ഉച്ചയും കുത്തി മറിയണമെങ്കിൽ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട ആലയങ്ങളിൽ പോയിട്ട് ഇവർ ഉച്ചയും കുത്തി മറിഞ്ഞോണം. അല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ എയർപോർട്ടുകളിലും പബ്ലിക് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഒന്നുമല്ല നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർക്കാർ കുടിയേറ്റക്കാരെ ഇനിയും കൂടുതൽ ഉൾക്കൊള്ളുന്നതും അത് വലിയ ബുദ്ധിമുട്ടാണ്, നിയമവിധേയമാക്കുന്നതുമായിട്ടുള്ള നയങ്ങൾ മാറ്റിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് മാനുഷികമായിട്ടുള്ള പരിഗണന നൽകാൻ പാടില്ല.
ഇവരുടെ രാജ്യത്ത് മതം പിടിമുറുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കയറി വരുന്നു. ഇവരുടെ കക്ഷത്തിൽ മറ്റേ സാധനമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പെറ്റുതൂറി കഴിയുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്യും? ഇവർ ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ വാളുമായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും നിലപാടുകളും നിയമങ്ങളും ഒക്കെ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ഉള്ള ആളുകളെ തന്നെ അതാത് രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നിയമനിർമ്മാണം അനിവാര്യമാണ് എന്നൊരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്ന സമയത്താണ് മറുഭാഗത്ത് അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും മനുഷ്യത്വപരമായി പരിഗണിക്കണം, അവര് മനുഷ്യരാണ്, അവരെയും ചേർത്ത് പിടിക്കണമെന്നും കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പയുടെയും നിലപാട് നിലവിൽ വരുന്നത്. അപ്പോ രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങള് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനപ്പുറത്ത് മനുഷ്യത്വവും ജീവന്റെ സംരക്ഷണത്തിനുമൊക്കെ മുൻഗണന നൽകണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പ വന്ന് പറയുമ്പോൾ ഈ അഭയാർത്ഥികളുടെ ഈ ഒരു ഒഴുക്ക് പെട്ടെന്നുണ്ടായതല്ല, വലിയ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഏതേത് സാഹചര്യത്തിലും ഉയർന്നു വരും എന്നുള്ള ഒരു ബോധവും ഇവർക്കുണ്ട്. ഇപ്പോ അഭയാർത്ഥികൾ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നു. ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവര് കൈക്കൊള്ളുന്നതൊന്നും അല്ല. നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന സമയത്ത് ഗാസയിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പറക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് ഓടുമ്പോൾ ആദ്യം ഈജിപ്ത് റാഫ കവാടം അടയ്ക്കുന്നു. സ്വന്തം സമൂഹമല്ലേ, സമുദായമല്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് അഭയം നൽകാത്തത്? ഇവര് നല്ലതാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളോ പ്രത്യാഘാതങ്ങളോ എവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാതെ മര്യാദയ്ക്ക് മനുഷ്യത്വപരമായി ജീവിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് ഈ മതം ഛർദ്ദിക്കാൻ തുടങ്ങുന്നത് കൊണ്ടല്ലേ ഇവരെ വെറുക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇവരെ വെറുക്കുന്നത്? ഇവരുടെ മതത്തിന് ഇസ്ലാം മതവിശ്വാസികളെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ. മറ്റ് രാജ്യങ്ങൾക്കാണെങ്കിലോ മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റും. എന്നാൽ അഭയാർത്ഥികളായിട്ട് ഇവർ ചെന്ന് കയറുന്നത് അത്രയും മനുഷ്യത്വപരമായി മനുഷ്യന്മാരാണ് എന്ന് ഇവരെ പരിഗണിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യങ്ങളിലേക്കാണ്. ഖത്തർ ഇവർക്ക് സഹായം നൽകും, അഭയം നൽകില്ല. തുർക്കി ഇവർക്ക് സഹായം നൽകും, അഭയം നൽകില്ല. ഇപ്പൊ ഇറാനികളുടെയൊക്കെ അവസ്ഥ തന്നെ നമുക്കറിയാം. എത്ര വർഷമായിട്ട് ഇറാനിലൊക്കെ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹ്സ അമിനിയുടെ ഒക്കെ വിഷയത്തിന് പിന്നാലെ ഹിജാബ് അനുകൂലമായിട്ട് ആയത്തുള്ള അലി ഖൊമേനിയുടെ അവൻ ചത്തതിന് ശേഷം എത്രയോ സമരങ്ങളാണ് അവിടെ ഇറാന്റെ തെരുവോരങ്ങളിൽ ദീർഘമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെവിടേക്ക് ചെന്ന് കയറും? അവരെ ആര് സ്വീകരിക്കും? രക്ഷയില്ല. അപ്പോ ഇത് സംഘടിതമായി ഇവർക്ക് പിന്നിൽ ഇവരുടെ ഭരണകൂടത്തിന്റെ ഭീകരതയെ മറച്ചു പിടിക്കുന്നതിനു വേണ്ടി ഇവർ പല രാജ്യങ്ങളിലേക്കും ചെന്ന് കയറുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഇപ്പോ സൗദി അറേബ്യയിൽ പോയി അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ മലപ്പുറത്ത് നിന്ന് വണ്ടി കയറിയത് തന്നെ ഒരു ഹൗസ് ഡ്രൈവർ വിസ ഒപ്പിച്ചിട്ടാണ്. അവിടെ ചെല്ലുന്നു, അനസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊല്ലുന്നു, ശ്വാസം മുട്ടിച്ച്. അവന്റെ ജീവൻ പോകുമ്പോളം ശ്വാസം അടക്കി പിടിച്ചു നിന്നു എന്നാണ് FIR-ലുള്ളത്. ഇവരാരെങ്കിലും എവിടെയെങ്കിലും സൗദി അറേബ്യയുടെ ഈ ബ്ലഡ് മണി കൊടുത്തിട്ട് ഈ കൊലയാളികളാകുന്ന കാബാലികന്മാരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയെ വിമർശിച്ച് നിങ്ങൾ കണ്ടോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്തു? 34 കോടി പിരിക്കാൻ ബോച്ചയുടെ അധ്യക്ഷതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അപ്പം എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും സ്വജന പക്ഷപാതമുള്ള ആളുകളെയും സംഘടിപ്പിച്ച് നിർത്താനും അവരെ താലോലിപ്പിക്കാനും അനുനയിപ്പിക്കാനും ആളുകൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മാർപ്പാപ്പ കുറച്ച് കാലമായിട്ട് ഈ ഇസ്ലാം മത തീവ്രവാദത്തെ താലോലിക്കുകയും അതിനെ തഴച്ചു വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് എതിർത്തേ പറ്റുള്ളൂ. കാരണം ഇദ്ദേഹം വത്തിക്കാനിലേക്ക് കൊണ്ടുപോട്ടെ, വെറും 60,000 ആളുകളല്ലേ ഉള്ളൂ. അതല്ലാതെ കീലേരി അച്ചുവിനോടോ എന്നോടും കളിക്കാൻ ആരുണ്ടടാന്ന് ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരെ നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതല്ലേ.